മലയാളത്തിലെ മിക്കവാറുമുള്ള ലീഡിങ് നടന്മാർക്കെതിരായിട്ടെല്ലാം ഓരോരോ കേസുകൾ വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എല്ലാ നടന്മാർക്കും തന്നെ കേസുകൾ വന്നു കഴിഞ്ഞു. മഹാനടന്മാർക്ക് എത്ര കേസ് വരുമെന്ന് ഇനി അറിയില്ല, അവരാരും രംഗത്തില്ല. അതുപോലെ തന്നെ നമുക്കറിയാം, തുടക്കത്തിലെ രഞ്ജിത്ത്, സിദ്ദിഖ്, അവരെ രണ്ടുപേരുടെയും കേസുകൾ വളരെ സ്ട്രോങ് ആണ്. രഞ്ജിത്തിനെതിരായിട്ടൊരു ഹോമോസെക്ഷൽ കേസ് കൂടെ വന്നിട്ടുണ്ട്, അതും കുറച്ച് സ്ട്രോങ് ആണ്. എന്തായാലും മലയാള സിനിമയിലെ നല്ല നടന്മാർ പലരും ഇതുപോലെയുള്ള പ്രശ്നം ചെന്ന് ചാടിയിരിക്കുന്നു. അവരുടെ മുന്നോട്ടുള്ള ലൈഫ് കുറച്ച് ക്ലേശകരമായിരിക്കും. ദിലീപിനെ നമ്മൾ കണ്ടു, നല്ല അഭിനയം കാഴ്ചവെക്കുന്ന ദിലീപ് സിനിമ. ദിലീപിൻ്റെ പല സിനിമകളും നമ്മൾ കണ്ട് ആസ്വദിച്ചിട്ടുണ്ട്, ഇന്നും ആസ്വദിക്കുന്നുണ്ട്. പക്ഷേ ദിലീപ് ചെയ്ത പ്രവൃത്തി മൂലം അദ്ദേഹത്തിൻ്റെ സിനിമാ മേഖലയിൽ അദ്ദേഹത്തിന് വലിയ ഭീമമായ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന് ടെൻഷനുണ്ട്, അദ്ദേഹത്തിന് സിനിമയുടെ ഇപ്പം മാർക്കറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള ജീവിതത്തിലെ സാമ്പത്തികമായി തകരത്തക്ക രീതിയിലുള്ള പല പ്രശ്നങ്ങളും ഒന്നിൻ്റെ പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്നു. ദിലീപിൻ്റെ കേസിന് ഏകദേശം ട്രയൽ കഴിഞ്ഞിട്ടുണ്ട്, ആർഗ്യുമെൻറ്റിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അതേ ഗതി മറ്റുള്ള നടന്മാരിലേക്കും സംഭവിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും വന്നിരിക്കുന്ന കേസുകളൊക്കെ സ്ട്രോങ് ആണ്, ആരും പിന്മാറത്തില്ല. ആ വാദിഭാഗം നടികളെല്ലാവരും നല്ല സ്ട്രോങ് ആയിട്ട് മൊഴി കൊടുക്കുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ നടന്നതെന്ന് കൃത്യമായി പോലീസ് ഉദ്യോഗസ്ഥരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഈ കുരുക്ക് മുറുകിക്കൊണ്ടിരിക്കുകയാണ് നടന്മാർക്കെതിരായി. അതുകൊണ്ട് ഇനിയുള്ള കാലഘട്ടത്തിൽ മലയാള സിനിമയെ ഇവരാരുമല്ല നയിക്കുന്നത്, ഈ മഹാനടന്മാരും അല്ല നയിക്കാൻ പോകുന്നത്. പരിക്കേൽക്കാതെ നിൽക്കുന്നവരും അതോടൊപ്പം പുതിയ ചെറുപ്പക്കാരായ നടന്മാരും ഇതുപോലെയുള്ള ആക്ഷേപങ്ങളൊന്നും കൈവശമില്ലാത്ത, അങ്ങനെ ഒരു ആക്ഷേപമൊന്നും വന്നു ചേരാത്ത കുറേ നടന്മാരും നടികളും ഒക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ. അവർ മലയാള സിനിമയെ ഈ മുന്നോട്ട് നയിച്ചോളും. കാരണം സിനിമ മലയാളികളുടെ ഹരമാണ്. മലയാളികൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന സിനിമ കണ്ടിട്ടാണ്. അതിനകത്തുള്ള നടന്മാരുടെ എല്ലാവരും നന്നായിട്ട് അവരെയൊക്കെ പ്രകീർത്തിക്കുകയും അഭിനന്ദിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവരാണ്. പക്ഷേ ഇങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ ഉണ്ടായാൽ അവരുടെ സിനിമ കാണാൻ ആളുണ്ടാവില്ല, അവരുടെ സിനിമ എല്ലാം 10 നില പൊട്ടും, അവർക്ക് പൊതുജന മധ്യത്തിൽ കൂടെ നടക്കാനും കഴിയില്ല. അപ്പം ഇപ്പം ജയസൂര്യക്ക് 2 കേസായി, അടുത്ത കേസ് കൂടെ വരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. 2013 തൊടുപുഴയിൽ വെച്ച ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ ചെന്നപ്പം ഒരു സ്ത്രീയോട് മോശമായി പെരുമാറി അവരെ കയറി പിടിച്ചു എന്നുള്ളതാണ്. ആ ലൊക്കേഷനിൽ അവിടെ ഒരു ഹാളിനോട് ചേർന്ന് ബാത്റൂമിൽ ഇവർ പോയി. തിരിച്ചു വരുമ്പം പിന്നിൽ നിന്ന് ഇവരെ കയറി പിടിച്ചു. അത് തീർച്ചയായിട്ടും 506, 509 IPC പരിധി വരും. 7 വർഷം വരെ തടവ് ശിക്ഷ അനുഭവിക്കാവുന്ന കുറ്റം തന്നെയാണ്. അപ്പം 354 കൂടെ 506, 509 IPC കൂടെ വന്നു കഴിഞ്ഞാൽ 7 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമായി മാറും. അത് ലോവർ കോടതിയിൽ നിന്ന് ഒരിക്കലും ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയില്ല. ഈ 2 കേസുകൾ ഇപ്പം അദ്ദേഹത്തിൻ്റെ പേര് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു, ഇനിയും പിന്നാലെ വരുന്നു എന്നാണ്